ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ മെട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സിനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. ഇന്ന് നമ്മൾ കിളികളുടെ വീഡിയോ ആയിട്ടൊന്നല്ല കേട്ടോ വന്നത്. അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ കാണിച്ചു എന്ന് മാത്രം. ഇതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനാബിൾ ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്ത് വെക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിളികളെയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള വീഡിയോസിനെയും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പോഷകങ്ങളുടെ കലവറയായ മുതിരയാണ്. അപ്പോൾ മുതിര കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, എന്തൊക്കെ ദോഷങ്ങളുണ്ട്, ആരൊക്കെ കഴിക്കുക, ആർക്കൊക്കെ കഴിക്കരുത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഇത് വെച്ചിട്ടുള്ള ഒരു ചെറിയ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മുതിരയുടെ ഗുണങ്ങളെന്ന് പറയാം. പിന്നെ ആദ്യം പറയാം, ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് ഹോഴ്സ് ഗ്രാം എന്നാണ്. അപ്പോൾ നിങ്ങൾ കുതിരയൊന്നുമല്ലേ, അപ്പോൾ കുതിരയ്ക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് മുതിര. എന്ന് വെച്ചിട്ട് മനുഷ്യർക്ക് കഴിക്കാൻ പാടില്ല എന്നില്ല കേട്ടോ. മനുഷ്യരിലും ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പോഷക ഗുണങ്ങൾ ഏറെയുള്ള മുതിരയിൽ അയൺ, കാൽഷ്യം, പ്രോട്ടീൻ ഒക്കെ ഉയർന്ന അളവിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പുരുഷന്മാരിൽ ബീജം വർദ്ധിപ്പിക്കാൻ മുതിര കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കൊളസ്ട്രോളിനെ ചെറുക്കാനുള്ള ഒരു കഴിവ് കൂടി ഇതിനുണ്ട്. പിന്നെ കൊഴുപ്പ് തീരെ ഇല്ലാത്ത ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് മുതിര കേട്ടോ. അപ്പോൾ പയർവർഗ്ഗങ്ങളിൽ കൊഴുപ്പ് തീരെ ഇല്ലാത്ത ഒരു പയർവർഗ്ഗമാണ് മുതിര. കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ആർത്തവകാലത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ മുതിര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ആർത്തവ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും മുതിര കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ശമനം കിട്ടും. അതുകൊണ്ട് സ്ത്രീകളൊക്കെ മുതിര നല്ല രീതിയിൽ തന്നെ കഴിക്കുക. ഇപ്പോൾ മഴക്കാലമൊക്കെയാണ്, അപ്പോൾ മഴക്കാലത്ത് മുതിര കഴിക്കുന്നത് നല്ലതാണ്. കാരണം ശരീരോഷ്മാവ് കൂട്ടാനായിട്ട് നല്ല കഴിവുണ്ട് മുതിരയ്ക്ക്. അപ്പോൾ മുതിര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എല്ലാവരും. പിന്നെ അമിതവണ്ണമുള്ള ആൾക്കാരും പ്രമേഹ രോഗികളൊക്കെ മുതിര കഴിക്കുക. ദഹിക്കാൻ ഒരുപാട് സമയം ആവശ്യമുള്ള ഒരു പയർവർഗ്ഗമാണിത്. അതുകൊണ്ട് തന്നെ കൂടെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ള ആൾക്കാർക്ക് മുതിര കഴിക്കുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ശീലം നമുക്ക് പതിയെ മാറ്റിയെടുക്കാനായിട്ട് മുതിര കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സഹായിക്കും കേട്ടോ. ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പയർവർഗ്ഗം കൂടിയാണ് മുതിര കേട്ടോ. പിന്നെ ഒരുപാട് നാരടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ മുതിര കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കിഡ്നി സ്റ്റോണ്, മൂത്രത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ ഒക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ്. അതിനൊക്കെ ഒരു പരിഹാരമാണ് മുതിര കഴിക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പം നിലനിർത്താനും ഈ ഒരു മുതിരയ്ക്ക് കഴിവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മുതിര കഴിക്കുക. പിന്നെ പനി നിയന്ത്രിക്കാനും മുതിരയ്ക്ക് കഴിവുണ്ട്. അതായത് പനി വരുന്ന സമയത്ത് നമ്മൾ മുതിര വെള്ളത്തിലിട്ടിട്ട് അത് നല്ലപോലെ തിളപ്പിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പനി പെട്ടെന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഗർഭിണികളും ക്ഷയരോഗികളും ശരീരം ഭാരം തീരെ കുറഞ്ഞ ആളുകളും മുതിര കഴിക്കരുത് കേട്ടോ. പിന്നെ ചൂടുള്ള കാലാവസ്ഥയിലും മുതിര കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ശരീര ഊഷ്മാവ് കൂട്ടുകയാണ് ചെയ്യുക ഈ ഒരു മുതിര കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയിൽ മുതിര കഴിക്കാതിരിക്കുക. പിന്നെ മഴക്കാലത്ത് തണുപ്പുള്ള സീസണിലൊക്കെ മുതിര ധാരാളമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു മുതിരയ്ക്കുള്ളത്. അപ്പോൾ പിന്നെ വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ മുതിര. അപ്പോൾ അതെങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാൻ വേറൊരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അതായത് മഴക്കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് 3 കപ്പ് മുതിര നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ കുതിർന്ന് ഇച്ചിരി ഒന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ രാത്രിയിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ഇതിന് ഇച്ചിരി വേവ് കൂടുതലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള മുതിരയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റാഗിയാണ്. അതായത് മുത്താറി എന്ന് പറയും.
നമ്മളിവിടെയൊക്കെ മുത്താറി എന്നാണ് പറയുന്നത്, പിന്നെ കുറേ ആൾക്കാർ റാഗി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിഷ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെർഷനാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ മുതിര കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം വേവിച്ചെടുക്കണം. അതായത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസിൽ എങ്ങനെയാണോ അത് വേവ് അതിനനുസരിച്ച് നിങ്ങൾ വിസിലടുപ്പിച്ചെടുക്കുക. അതായത് എൻ്റെ ഒരു കുക്കറിലാണെങ്കിൽ ഒരു 4 വിസിലടിച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോഴത്തേക്കിലാണ് ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നഖങ്ങനെ ഇങ്ങനെ വെള്ളം, അതായത് അതിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് കുക്കർ അടച്ച് വെച്ചിട്ട് 4 5 വിസിലൊക്കെ അടിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ ഒരു 5 വിസിലടിഞ്ഞിട്ട് നമ്മൾ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് 1 കപ്പ് മുത്താറിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല പോലെ അരച്ചെടുക്കണം. അത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇങ്ങനെ ഒരു ചായയുടെ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ അതിൻ്റെ ഒരു കരടുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം. അതായത് നമുക്കിതിൻ്റെ വെള്ളം മാത്രം മതി. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ആ വെള്ളത്തിൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നോളും. പിന്നെ അതിൻ്റെ ചണ്ടി ബാക്കിയായിട്ട് നമുക്ക് ഈ സ്ട്രെയിനറിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ചണ്ടി നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ 1 മുറി തേങ്ങ എടുക്കുക. 1 തേങ്ങ എടുത്താലും കുഴപ്പമില്ല. 1 തേങ്ങ എടുത്തിട്ട് കുറച്ച് അപ്പാടെ വെക്കുക, കുറച്ച് നമുക്ക് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ വേണം. അതായത് 1 കപ്പോളം നല്ല തേങ്ങാപ്പാലും നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. പിന്നെ ചിരകിയ തേങ്ങയും ആവശ്യമുണ്ട്. അപ്പോൾ 1 തേങ്ങ എടുത്തിട്ട് അത് പകുതിയും ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മുതിര ഇവിടെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ ഇതിൻ്റെ മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗോതമ്പിൻ്റെ ഒരു വീഡിയോ. അത് നല്ല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റിലാണ് സ്റ്റൗവിൽ വെക്കുന്നത്. അതിൻ്റെ മുമ്പേ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മുത്താറിയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര വേണം. അപ്പോൾ ശർക്കര നിങ്ങൾക്ക് ഉരുക്കിയിട്ട് അതിൻ്റെ വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണെങ്കിൽ അപ്പാടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് കല്ലില്ലാത്ത ശർക്കരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റിലാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു സമയത്തൊന്നും നമുക്ക് തീയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, തേങ്ങയും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് നിങ്ങൾ ശർക്കര ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത് കല്ലില്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് കുറച്ച് വെള്ളത്തിൽ അലിയിച്ചിട്ട് എടുക്കുക. എന്നിട്ട് അത് അരിച്ചിട്ട് ആ ഒരു വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അതായത് ഒരുപാട് വെള്ളം ആയി പോവുകയും ചെയ്യണം. എന്നാലും ഇത് കുറച്ചധികം വെള്ളമായി പോയാലും വലിയ പ്രശ്നമൊന്നും വരില്ല. പിന്നെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്കായ പൊടിയും കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഇതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക്, അതായത് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അതായത് ഇത് ഇനി തിളയ്ക്കുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം മുത്താറി ഇതിൽ ചേർത്ത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. അതായത് അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഇത് കുക്ക് ചെയ്തെടുക്കുക. അത് ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ മുത്താറിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. കാരണം പെട്ടെന്ന് കട്ടയായിട്ട് വരും. അത് ചൂടാവും തോറും പെട്ടെന്ന് അത് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ടൈറ്റാക്കി, അതായത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ആ എടുത്തു വെച്ചിട്ടുള്ള നല്ല ജീരകവും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നെയ്യ് ആവശ്യമുള്ള ആൾക്കാർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് നിങ്ങൾക്ക് ടേസ്റ്റ്, അതായത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വേർഷനാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ നെയ്യിൽ എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ, നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ച് വെച്ച ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ മൂപ്പിച്ചിട്ട് ഞാനിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അത് മുമ്പേ തന്നെ ചെയ്ത് വെച്ചതായതുകൊണ്ട് അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് ഇതിലങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്, കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഏകദേശം അതിൽ ഉരുകി ചേർന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ കണ്ടോ കുറച്ച് കട്ട ബാക്കിയുണ്ട്. അതൊക്കെ
നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നല്ലോണം ഉരുകുന്നത് വരെ, അതായത് ഇതൊന്ന് കുത്തി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ മെൽറ്റായി കിട്ടും കേട്ടോ. ശർക്കര ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമ്മൾ ഇറക്കി വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും കൂടെ ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ നെയ്യിൽ ചെറിയുള്ളി തോമിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ. അത് നമ്മൾ ഒരു സ്പൂണിൽ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്തായാലും. അപ്പോൾ എല്ലാവരും മഴക്കാലത്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കാരണം മുതിര ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു റെസിപ്പിയും കൂടെ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കാരണം നമുക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ വലിയ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ആ ഒരു റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.